കാണുന്നുണ്ട്. MG മിഥുൻ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ നാട്ടുകാർക്കൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. എന്താണ് അവർ ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നത്, അവരുടെ സ്വപ്നങ്ങൾ. നമുക്ക് എല്ലാവരിലേക്കും പോകണം മിഥുൻ, കാരണം ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ കൂടി ഇവിടെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടി ഇന്നലെ മുതൽ വരുന്നവരുണ്ട്, ഒപ്പം നാട്ടുകാരുണ്ട്. അവരിലേക്കൊക്കെ ഒന്ന് പോവാം. തീർച്ചയായും ഇത് എന്തായാലും ഒരു അഭിമാന പദ്ധതി തന്നെയാണ്. അതിന്റെ ഉദ്ഘാടന വേളയാണ്. അതിന് അല്പ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ രഞ്ജി സൂചിപ്പിച്ച പോലെ തന്നെ അവർ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ പദ്ധതി, ബൃഹത്തായ പദ്ധതി കൂടി വന്നിട്ടുള്ളത്. നമുക്കിപ്പം ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? അല്ലല്ല, എന്റെ മല്ലപ്പള്ളിയാണ്. ഞാൻ ഈ ടൂറിസ്റ്റ് ഡ്രൈവറായിട്ട് വന്നതാണ്. എന്നിട്ട് ഇത് കാണാനായിട്ട് ഇവിടെ കപ്പൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞതിന് രാവിലെ ഒന്ന് നടക്കാനും ഇറങ്ങി ഇതൊന്ന് കാണാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ നാട്ടുകാരനല്ല, ഞാൻ മല്ലപ്പള്ളി, തിരുവല്ല മല്ലപ്പള്ളിയിലുള്ള. നേരത്തെ അറിഞ്ഞിരുന്നു ഇങ്ങനെ വിഴിഞ്ഞത്തിന്റെ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു. അത് ഇതിനു മുന്നേയും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ്. എന്നിട്ട് ഇതിന്റെ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ നടന്ന് ഇവിടെയൊക്കെ വന്ന് ഇതെല്ലാം കാണുന്നു, എടുക്കുന്നു ഒക്കെയാണ്. നിർമ്മാണ പ്രവൃത്തികളൊക്കെ നേരത്തെ കാണാൻ തുടങ്ങിയതാണല്ലേ? ആണ്. ഇവിടുത്തെ എല്ലാം കണ്ടുകൊണ്ട് എല്ലാ പ്രാവശ്യവും ആഴ്ചയിലും ഇവിടെ വരാറുണ്ട് ടൂറിസ്റ്റിനെ കൊണ്ട്. നമ്മള് ഒരു പൊതുജനം എന്നുള്ള നിലയിൽ ഈ പദ്ധതിയെ കുറിച്ച് ചേട്ടൻ എന്താ തോന്നുന്നത്? ഇതൊരു വികസനം എപ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തിൽ നല്ലതാണ്. കുറേ ആൾക്കാർക്ക്, ഈ നാട്ടുകാർക്കും ഒക്കെ ഒരു ജോലി, ഈ വരുന്നവർക്കെല്ലാം നല്ല കാര്യമാണ് ഇതെല്ലാം. അത് വരണം. കേരളത്തിൽ ഇതുവരെയായിട്ടും വികസനം എന്ന് പറയുന്ന കുറച്ചൊക്കെ ഇല്ലാതെ പോകുന്നുണ്ട്. അത് വന്നാലേ നമ്മുടെ ഈ കേരളം നല്ലതായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ, രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും വികസനത്തിന് വേണ്ടി എല്ലാവരും ഇത് ചെയ്യുക. അല്ലാതെ നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും വെളിയിൽ പോകുന്നുണ്ട് പഠിച്ചിട്ട്. ഇപ്പൊ എന്റെ മോനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഒരു ജോലിയില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും അന്വേഷിക്കുകയാണ്, എവിടെയെങ്കിലും വെളിയിൽ പോകാനായിട്ട്. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. തീർച്ചയായും നമ്മളെ ഇപ്പം കുറച്ചധിക കാലങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ നമ്മുടെ യുവാക്കളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ, വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു മാറ്റം ഇത്തരത്തിലുള്ള ഒരു രീതിയിലൂടെ ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നുണ്ട്. ഉണ്ട്. ഇതുപോലെ ഒരു വികസനം വന്നാൽ നമ്മുടെ ഈ പിള്ളേര് ജോബ് ഇത് നമുക്കിവിടെ ഉണ്ടെങ്കിൽ വലിയ നാട്ടിൽ പോയി നമ്മൾ ഈ കഷ്ടപ്പെടാതെ ഇവിടെ തന്നെ നമ്മൾ നല്ല രീതി, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ നാട്ടിൽ തന്നെ നമ്മൾ ജീവിക്കണം, മനസ്സിലായി? ഈ നാട്ടിൽ തന്നെ ജീവിച്ച് പണിയെടുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഈ അറബി നാട്ടിലോ UAE-ലോ UK-ലോ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെയാണ്. അത് നമ്മുടെ സർക്കാർ അത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയിലും വൈരാഗ്യത്തിലും. വാശിയുടെ കാര്യം പുറപ്പെടുക. അതായത് ഇപ്പൊ പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയത് LDF സർക്കാരാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ UDF സർക്കാരാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ രാഷ്ട്രീയമായിട്ടൊരു ആളല്ല. എല്ലാവർക്കും വോട്ട് കൊടുക്കാറുണ്ട്. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്, നല്ലവർക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. എന്റെ അറിവിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. അന്നിത് ഫൈറ്റിംഗ് ചെയ്ത് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയാണ്. തീർച്ചയായും കൊണ്ടുവരികയും ചെയ്തു. തീർച്ചയായും എന്തായാലും അദ്ദേഹം പറയുന്നതിലൂടെ തന്നെ നമുക്കിപ്പം ഇവിടുത്തെ നാട്ടുകാരോട് കൂടി ചോദിക്കണ്ടേ. ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണ്? എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. എന്റെ പേര് സലാഹുദ്ദീനാണ്. ഇവിടെ വികസനം പറഞ്ഞതൊക്കെ നല്ലതാണ്. അതിൽ മറ്റുള്ള എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഔട്ട്സൈഡിൽ നിന്നും നമ്മളെ ഈ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി അങ്ങോട്ട് ചെയ്യുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ ഒരു 10 ലക്ഷം പേര് ആൾക്കാരൊക്കെ സീസൺ ടൈം ഒന്ന് മത്സ്യം പിടിക്കുന്നവർ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേറെ തൊഴിലുകളൊന്നും അറിയില്ല. അവർ ജന്മനെ ഒരു 500 വർഷങ്ങൾ കൊണ്ട് ഈ മത്സ്യം കൊണ്ട് പിടിച്ചും ജീവിക്കുന്ന, അതുപോലെ തന്നെ മറ്റേ ഈ ചുപ്പി തൊഴിലാളികളൊക്കെ ഉണ്ട്. ഈ പ്രദേശത്താണ് ഈ ആർബാർ വന്നിരിക്കുന്നത്. അപ്പം അവരൊക്കെ ഒരുപാട് പേരുകൾ കടങ്ങളെടുത്തും ലോൺ എടുത്തും ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നും വള്ളങ്ങളും വലകളും ഒരുപാട് ലോണുകൾ എടുത്തൊക്കെ ഇട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു പദ്ധതിയുടെ വന്ന് എല്ലാവർക്കും ഓക്കെയാണ്, നല്ലതാണ്. പക്ഷെ ഈ പദ്ധതി വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും ഈ ചെറിയ തോണികൾക്കും ഭയങ്കര നഷ്ടമാണ്. അപ്പം ഇവരിനി എന്ത് ചെയ്യും? ഇവർക്ക് ഇനി ലോണുകാരൊക്കെ ഇവര് വീട്ടിൽ വന്ന് കയറി ഇറങ്ങി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഗവൺമെന്റ് ഫിഷർമാൻ ഇവർക്കൊക്കെ നഷ്ടപരിഹാരങ്ങളും
ചുപ്പി തൊഴിലാളികൾക്കും എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാക്കേജ് ഇതുവരെയും നടപ്പിലാക്കിയില്ല. അതായത് ഈ പുനരധിവാസത്തിനുള്ള പാക്കേജ് ഒക്കെ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും സംബന്ധിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നത് വെച്ചാൽ ഇവരൊക്കെ അങ്ങനെയൊക്കെ ഒരു പാക്കേജ് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ തീരദേശ പ്രദേശത്തിലെ മത്സ്യത്തൊഴിലാളികളെയൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ സമാധാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഈ ഹാർബറൊക്കെ നടപ്പിലാക്കിയത്. ഇപ്പൊ ഹാർബറൊക്കെ നടപ്പിലാക്കി ഇപ്പൊ ഷിപ്പും വന്ന് ഇന്ന് തുടങ്ങിയായി. ഇനി നാളെ മുതൽ വലിയ വലിയ കണ്ടെയ്നറൊക്കെ വരാനിരിക്കുകയാണ്. അപ്പൊ ഈ ചെറിയ ചെറിയ തോണികളൊക്കെ ഇനി എവിടെ പോകും? അവർക്കൊക്കെ ഈ നഷ്ടപരിഹാരങ്ങൾക്ക് അവരെ അപകടങ്ങൾ ഇത് രണ്ടും കൽപ്പിച്ചിട്ടാണ് അവർ രാവും പകലും 24 മണിക്കൂറും കടലിലെ ഒരു നേരം അന്നത്തിന് വേണ്ടി പോകുന്നത്. ഇപ്പം അവർക്ക് അന്നവുമില്ല, അവർക്ക് പാക്കേജ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാശും ഇല്ല. ഇപ്പൊ എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു അഭിപ്രായം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം മത്സ്യത്തൊഴിലാളികളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് നൽകേണ്ട ചുമതല, നമ്മൾ വാക്ക് പറഞ്ഞൊരു ഗവൺമെന്റിൽ ഇരിക്കും, സത്യം പാലിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ആരായാലും, ഇപ്പൊ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നാടിന്റെ നന്മകൾക്കും നാട്ടിലുള്ള എല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളും ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടേ ഇത് മുന്നേറി പോകാൻ പാടുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. നമുക്ക് കൂടുതൽ പേരിലേക്ക് കൂടി നമുക്ക് രഞ്ജിത്ത് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്ന് ആൾക്കാർ കൂടി വരുന്നുണ്ട്. കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം, ഇവിടെയുള്ള ആളാണോ? ഇത് കാണുന്നതിന് വേണ്ടി വന്നതാണോ? ഞാനൊരു ജോലി റിസോർട്ടില്. വീട് കോട്ടയത്താണ്. അപ്പം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കാലങ്ങളായി കാണാറുണ്ടല്ലോ. ഇവിടേക്ക് വീണ്ടും ഞാൻ കുറച്ച് നാളായിരുന്നു. എങ്ങനെ തോന്നുന്നു ഈ ഒരു പദ്ധതിയെ കുറിച്ച്? എങ്ങനെയാണ് തോന്നുന്നത്? പദ്ധതി നല്ല പദ്ധതിയാണ്. തീർച്ചയായും അങ്ങനെയുള്ള തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രതികരണം തന്നെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് നമ്മോട് പ്രതികരിച്ച് ഇവിടുത്തെ നാട്ടുകാരനായിട്ടുള്ളൊരു ചേട്ടൻ, മത്സ്യത്തൊഴിലാളിയായിട്ടുള്ളൊരു ചേട്ടൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പുനരധിവാസ പാക്കേജ് അടക്കം അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും തന്നെ അതിലൊരു കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. കാരണം ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വരുന്നതിന് വേണ്ടി എല്ലാ പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുള്ള നാട്ടുകാർ കൂടിയാണ്. അതിനുവേണ്ടിയുള്ള കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് കൂടി തയ്യാറായിട്ടുള്ള നാട്ടുകാരാണ്. പക്ഷെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. നമുക്ക് കുറച്ചുപേരോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇവിടെ? ഇത് കാണുന്നതിന് വേണ്ടി വന്നതാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്താണ് കണ്ടായിരുന്നു? നേരത്തെ കണ്ടോ? കാണാൻ വേണ്ടി വന്നതാ. കാണാൻ വേണ്ടി വന്നതാണ്. എന്തായാലും അവർക്ക് കൂടുതൽ പേരും ഈ ഒരു ഷിപ്പ് കാണുന്നതിന് വേണ്ടി വന്ന ആൾക്കാരുമുണ്ട്. കൂടുതൽ നാട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് പേരെ കൂടി ചോദിക്കാം. മോനെ, ഈ ഇത് കാണുന്നതിന് വേണ്ടി വന്നതാണോ അതോ നാട്ടുകാരാണോ? അല്ലല്ല, വേറെ ഇതിനകത്തുള്ള പരിപാടിക്കല്ലോ. ഏത് പരിപാടിക്ക്? പരിപാടിക്ക് വന്നതാണോ? ക്ഷണം ലഭിച്ചിരുന്നു? അല്ലല്ല, നമ്മൾ കാറ്ററിംഗ് ആ ഒരു അങ്ങനെ വന്നതാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇവിടെ വന്ന് കണ്ടിട്ടൊക്കെ? കൊള്ളാം. അതായത് ഈ പദ്ധതിയെ കുറിച്ചൊക്കെ അറിയോ? TV കണ്ടിട്ടുണ്ട്. എന്തറിയാം? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല. തീർച്ചയായും ഒരുപാട് ആളുകൾ അതിൽ അവർ സൂചിപ്പിച്ചത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികളാണ് ഉയരുന്നത്. അതിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടിയുടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന് നിർദ്ദേശിച്ചപ്പോൾ, ഞങ്ങൾ 110 കോടിയുടെ പുനരധിവാസ പാക്കേജുകൾ യാഥാർത്ഥ്യമാക്കി എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ മത്സ്യത്തൊഴിലാളികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനുഭാവപൂർണമായ സമീപനമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷെ നമുക്കറിയാം ഇപ്പോഴും ചില പരാതികൾ ഉയരുന്നുണ്ട്. അതുകൂടി പരിഹരിച്ച് വേണം എന്തായാലും മുന്നോട്ട് പോകാൻ. കേരളത്തിന്റെ ഭാവി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വിഴിഞ്ഞം തുറമുഖം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതിന്റെ പ്രവർത്തന സജ്ജമാകാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് പരാതികളും പരിഭവങ്ങളും മാറ്റിവെക്കാം. ഇന്ന് പ്രതീക്ഷയോടുകൂടി ഈ ദിവസത്തെ കാണാം. തീർച്ചയായും അതാണ് ഈ പ്രതീക്ഷ.